ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോന്നി ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ കോന്നി ഏരിയയിൽ ഒരു പാറമട, എന്താണ് പാറമടയുടെ പേര്? ഇളയാംകുന്ന് എന്ന് പറയുന്ന ഒരു പാറമട കേട്ടോ. അപ്പോൾ ഈ പാറമടയ്ക്ക് ചില സവിശേഷതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിവിടെ കൂടി ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മേലിൽ പാറമടയിൽ അവിടെ പോയിട്ട് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ പോവേണ്ട പാറ എന്ന് പറയുന്നത് ദൂണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അതാ മീനുട്ടിയും നമ്മുടെ ശ്രീനി ബ്രോയും കൂടെ കയറി പോകുന്നുണ്ട്. ശ്രീനി ബ്രോയാണ് നമുക്ക് ഈ പാറമട കാണിച്ചു തരുന്നത് കേട്ടോ, നമ്മുടെ ഗൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാറക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അതുമല്ല, പാറ പൊട്ടിച്ചെടുത്തേക്കുന്നതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടല്ലോ, അടിപൊളി തന്നെയാണ്. ഇതാ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ് ഇവിടെ അടുത്തൊക്കെ. പക്ഷേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്താവും എന്നുള്ളത് അറിയത്തില്ല. വെള്ളമുണ്ട്. അതിൽ തന്നെ പോകാനുള്ള, ഇതിൽ തന്നെ പോകാനുള്ള, വേറെ വഴിയൊന്നുമില്ല. ഈ വഴി തന്നെ പോയേ പറ്റൂ. പക്ഷെ വെള്ളമൊന്നുമില്ല കേട്ടോ, അതൊരു ഭാഗ്യം. നമ്മളിവിടെയൊക്കെ പാറ പൊട്ടിച്ചാൽ താഴെ മൊത്തത്തിൽ വെള്ളമായിരിക്കും. ഇതുവരെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് എത്തി. അപ്പോൾ നമ്മളിതാ പാറമടയിൽ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ശ്രീനി ബ്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീഡിയോ ആക്കണം എന്നൊക്കെ അറിയില്ലെങ്കിലും പറയുവാണ്. ഇളയാങ്കുന്ന് വ്യൂ പോയിന്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ അറിയാം. നമ്മളിതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഈ പാറമടയുടെ മുകളിൽ കയറണമെങ്കിൽ നമ്മൾ അപ്പുറത്തൂടെ കറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട്. ഇല്ല പിന്നെ വേറെ വഴിയുണ്ട്. മുകളിൽ നിന്ന് കാണുവാണെങ്കിൽ നല്ല വ്യൂ ആണ്. പിന്നെ ഞാനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ വരുന്നിടം വരെ മീനുട്ടിയുടെ അടുത്തും ചേട്ടൻ്റെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ ഭാഗങ്ങളിൽ പുലിയെ കണ്ടെന്ന് ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ സസ്പെൻസ്. ഈ ഭാഗങ്ങളിൽ എവിടെ ഒരു പുലി ഉണ്ടെന്നൊരു ഈ ഭാഗങ്ങളിൽ പുലി ഉണ്ടെന്നാണ് അറിവ്. വന്നിരുന്നു. ഞാൻ മലപ്പുറം പറയായിരുന്നു, പുലിയൊന്നും പിന്നെ കണ്ടെത്തിയില്ല. വനം വകുപ്പ് കൂടൊക്കെ വെച്ചിരുന്നു, അതിന് കിട്ടിയൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്ന സസ്പെൻസ്. അത് മാറ്റി കഴിഞ്ഞാൽ ഇതിപ്പം ഏതാണ്ട് ഖനനമൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഖനനമൊക്കെ നിർത്തി വെച്ചേക്കുന്ന ഒരു പാറമടയാണ്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ചെറിയൊരു പാറക്കുളം കാണാൻ സാധിക്കുമായിരുന്നു. മുകളിൽ കയറിയാൽ നല്ല വ്യൂ ആണ്. നിങ്ങൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ ഇളയാങ്കുന്ന് വ്യൂ പോയിന്റ് കാണിച്ചു കഴിഞ്ഞാൽ ഈ പാറമടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. പിന്നെ അവിടെ ഒരു ഇളയാങ്കുന്ന് ഒരു അമ്പലമുണ്ട്. മേലോട്ട് കയറുന്നില്ല കാരണം സമയം എത്രയായി, ഒരുപാട് സമയമായി. കുറേ വീഡിയോ ഇപ്പോൾ കോന്നിയിലെയും പത്തനംതിട്ടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ മാളികപ്പുറം സിനിമയിൽ ഉണ്ണിമുന്തനെ, അതായത് മകരവിളക്ക് കാണിക്കുന്ന സീനാണ്. ഉണ്ണിമുന്തൻ ഇങ്ങനെ കർപ്പൂരാടിയിൽ കത്തിക്കുന്നത്. ആ എടുത്ത് സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും അവരെ വെച്ചിരിക്കുന്ന കല്ലുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ട് നല്ല വ്യൂ ആണ്. പക്ഷെ ഇപ്പോൾ മുകളിൽ കയറണമെങ്കിൽ ഇനിയും കറങ്ങി ഇങ്ങനെ അപ്പുറത്തൂടെ പോകണം. നല്ലൊരു ചുറ്റുണ്ട്. അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ നിങ്ങൾക്കിത് പറഞ്ഞ് ഷെയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മാളികപ്പുറം സിനിമയുടെ ഷൂട്ടിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ മുമ്പ് കാണിച്ചൊരു വീഡിയോയിലും ആ ഭാഗങ്ങളും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോന്നി ഭാഗങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ രസം എന്താ പറയുക, ഈ താഴെ മൊത്തം ഇങ്ങനെ ചീളുകളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുവാണെങ്കിൽ കാലിലെ തൊലി പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പണ്ടൊക്കെ പിള്ളേർ സെറ്റൊക്കെ വരുന്നത് ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഹൈറ്റിലൊന്നും ബോൾ പോകത്തില്ല. പോകണമെങ്കിൽ മാക്സിമം തട്ടിയിട്ട് തിരിച്ചും വരും. അപ്പം ബോൾ നമുക്ക് കാട്ടിപ്പോന്ന് ഒഴിവാക്കാൻ പറ്റും. കറക്റ്റായിട്ട് എറിഞ്ഞു കൊടുക്കുവാണെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെട്ടി നേരെ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ അത് വേറെ കാര്യം. അല്ലെങ്കിൽ ബോളൊക്കെ ഞാൻ 3 ചെവരുണ്ട്, 4ാമത്തെ ചെവരി കൂടെ പുറത്ത് പോകത്തുള്ളൂ. താഴെ വീണ് കഴിഞ്ഞാൽ കാലിലെ തൊലി പോകും. കാരണം ചരലാണ്, പാറ കഷ്ടമാണ് കിടക്കുന്നത്. പിന്നെ മഴ സമയത്തൊക്കെ വരുവാണെങ്കിൽ അതിലൊക്കെ നല്ല വെള്ളം വീട്ടിലേക്ക് നല്ലൊരു വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. ചില വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ മഞ്ഞൊക്കെ പോലെ ഫീൽ ചെയ്യും. അതൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ടില്ല. അത് പക്ഷേ വളരെ മനോഹരമാണല്ലോ. എന്താ പറഞ്ഞാൽ നമ്മളൊരു വന്ന് വൈകുന്നേര സമയങ്ങളിൽ ഇരിക്കാനും അതെ ഏറ്റവും മുകളിൽ. പക്ഷേ ഏറ്റവും നല്ല റിസ്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എപ്പോഴും പോയിരിക്കാൻ പറ്റത്തില്ല. നമ്മളതാണ്ട് മീനുട്ടിയെ കൊണ്ട് വന്നതുകൊണ്ടേ അങ്ങനെ നമ്മളങ്ങനെ കൊച്ചുകുട്ടികളെ കൊണ്ട് നമുക്ക് മേലിൽ കയറി പോകാൻ പറ്റത്തില്ലല്ലോ. മീനുട്ടി വിഷമത്തിലെന്ന് കഴിഞ്ഞാൽ മീനുട്ടി എവിടെയാണ് പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മണ്ടയിലാണെന്ന് തോന്നുന്നു. മീനുട്ടി വളരെ ഇത് വിഷമിച്ച് പോവുകയാണ് ഗൈസ്. നമ്മൾ പറ്റിച്ചെന്ന് വിചാരിച്ചോ മീനുട്ടി? ഞങ്ങളെ ഇട്ടിട്ട് മീനുട്ടി ഇങ്ങനെ മന്ദം നടന്നു പോവുകയാണ്. അപ്പോഴിതൊക്കെയാണ് നമ്മുടെ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളല്ലേ. ഇടയ്ക്ക് വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ചുമ്മാ നിന്നപ്പോൾ ഒരു വീഡിയോ ആക്കി ചെയ്തേ ഉള്ളൂ. അതെ, ചെറിയൊരു വീഡിയോ. താഴെ ചേച്ചി ഇരിപ്പുണ്ട്, ചേച്ചി എടുത്ത് എന്നിട്ട് അവിടെ കുറച്ച് കാഴ്ചകളിലൂടെ കാണാൻ നമുക്ക്. അതെ, അപ്പോൾ നമ്മൾ ഇത് ഒരു 4:30, 5:30 ആയിട്ടുണ്ട്. ഏകദേശം
ഒരു സൺസെറ്റിൻ്റെ ഒക്കെ സമയമായിട്ടില്ല. മുകളിലാണെങ്കിൽ നോക്കാമല്ലോ വീഡിയോ കിട്ടിയേനെ. നിങ്ങൾ താഴെ നിന്നുള്ളൊരു വീഡിയോ കിട്ടുമെങ്കിൽ നമുക്ക് എടുത്തിട്ട് അത് നമുക്ക് കാണിച്ചു തരാം. അതെ, നമുക്ക് താഴോട്ട് പോയി നോക്കാം. താഴോട്ട് പോവാം. ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് മാവുണ്ടെന്നാണ് ശ്രീനി ഇവർ പറയുന്നത്. മാങ്ങയൊക്കെ തിന്നാന്ന്. ഇനി വെള്ളമൊക്കെ നേരത്തെ പണ്ട് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് ചീത്തയായിട്ട് കിടക്കുന്നത്. ഈ മഴക്കാലത്താണെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കില്ലേ. കെട്ടിക്കിടക്കും. അതെ, അതുകൊണ്ട് മീനൂട്ടി അവിടെ ഇറങ്ങുവാണേ. മീനൂട്ടിയെ പതുക്കെ ഇറങ്ങിപ്പോ. ഇറങ്ങുവാണ് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോഴും കൂട്ടുകാരെ ഇതാണ് വ്യൂ കേട്ടോ. നമ്മളിതാ ഈ പാറാമടയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. പന്നിയും ശല്യമൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ അറിവ്. നമ്മുടെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ താഴെയുണ്ട്. ഇത് നോക്കി, നമ്മളതിൻ്റെ ടോപ്പിൽ, ആ പാറമടയുടെ ടോപ്പിൽ നിന്നാൽ ഈ വ്യൂ ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മളൊരു വീഡിയോയിലേ ഒരു മറ്റേ വി കോട്ടയം അല്ലെങ്കിൽ വകയാറ്, പിന്നെ എന്താണ് കോട്ടപ്പാറ അല്ലേ, കോട്ടപ്പാറ. അപ്പോൾ കോട്ടപ്പാറ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തിരിക്കുന്നത് അത് ഈ ഭാഗത്തായിട്ട് വരും കേട്ടോ. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണേ. ഈ പൊട്ടിച്ച പാറയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയും ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഈ ഒരു വനം പോലെ നിൽക്കുക. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ കയറാത്തതാണ്. വളരെ റിസ്ക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇനി മേലോട്ടൊന്നും കയറി പോകാത്തത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ വിശേഷങ്ങളും കാര്യങ്ങളും, നമ്മൾ ഈ പാറമടയുടെ കാര്യങ്ങളും, പിന്നെ നമ്മൾ ഇങ്ങനെ കണ്ട ഇവിടുത്തെ കുഞ്ഞു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എല്ലാം നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പുതിയൊരു വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാ. ശുഭരാത്രി. താങ്ക്സ്.